ആ പിന്നെ നീ ഇന്നലെ നമ്മളെ ഗെറ്റ് ടുഗദറിന് വന്നപ്പോഴേ അടിച്ച പെർഫ്യൂം ഏതാ? ഏ നിന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ? എന്തായാലും അടിപൊളി മണമായിരുന്നു മോളെ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ സുബൈറും അനീഷൊക്കെ നിന്റെ പെർഫ്യൂമിനെ കുറിച്ചുള്ള സംസാരം തന്നെയായിരുന്നു. ആരാ അത് നമ്മൾ സുൽഫത്ത്. ആ അപ്പൊ അവിടെ പഴയ ലൈന് സുബൈർ വന്നിരുന്നോ നിങ്ങൾ ഗെറ്റ് ടുഗദറിന്? അല്ലടി ഇക്ക ചോദിക്കാ നിന്റെ പഴയ ലൈൻ സുബൈർ വന്നിരുന്നോന്ന്. അത് പിന്നെ വരാണ്ടിരിക്കുവക്ക. പിന്നെ അവനെ മയക്കാനേ അവള് നല്ല അടിപൊളി പെർഫ്യൂം അടിച്ചോണ്ടാ വന്നത്. അല്ലടി നീ എന്തായാലേ ആ പെർഫ്യൂമിന്റെ ബോട്ടിലൊന്ന് ഫോട്ടോ എടുത്ത് വാട്സപ്പ് അയക്ക്. എനിക്ക് ഇക്കാനെ കൊണ്ടൊന്ന് വാങ്ങിപ്പിക്കാനാ. ശരിയടി. അല്ലടി നീ ഇപ്പൊ പെർഫ്യൂം ഒക്കെ അടിച്ചിട്ട് ആരെ മയക്കാനാണാവോ? ദേക്കാ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എനിക്ക് മയക്കാം, നിങ്ങളുള്ളപ്പോ വേറെ ആളെന്തിനാ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ ആവും ആ സുൽഫത്തിന് അവളുടെ ഭർത്താവ് ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ അവള് മയക്കിയതോ അവളുടെ പഴയ കാമുകൻ സുബൈറിനെയും മറ്റു ചിലരെയും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ ഈ സുൽഫത്ത് വ്യഭിചാരിയാണോ? ദേക്കാ വെറുതെ അനാവശ്യം പറയരുത് കേട്ടാ. സുബൈറിന്റെ കാര്യമൊക്കെ ഞങ്ങൾ ഒരു തമാശയാക്കി പറഞ്ഞതാ, അല്ല നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമില്ല. അപ്പോൾ നീ കുറച്ച് നേരത്തെ പറഞ്ഞില്ലായിരുന്ന നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്ങാനും ആ സുബൈറും അനീഷും കൂടെ അവളുടെ പെർഫ്യൂമിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നത് അതുള്ളതാണോ? അതുള്ളതാ. അതിനിപ്പോ എന്താ, പെർഫ്യൂമിന് നല്ല മണം എന്നല്ലേ പറഞ്ഞേ, അല്ലാതെ ചീത്ത മണമൊന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് നിന്റെ സുൽഫത്ത് വ്യഭിചാരിയാണോ എന്ന്. ദേ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ റസൂലുള്ള പറഞ്ഞതാ. എന്ത്? അഹ്മദ് 418. ഏതൊരു സ്ത്രീ സമൂഹം അവളുടെ മണം അറിയണമെന്ന ഭാവത്തോടെ സുഗന്ധം പൂശി സമൂഹമധ്യത്തിലൂടെ നടക്കുന്നുവോ അവൾ വ്യഭിചാരിണിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു വിചാരത്തിൽ യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നീ ഏതായാലേ അവൾ നിനക്ക് സെൻഡ് ചെയ്യുന്ന ആ പെർഫ്യൂമിൻ്റെ പിക്കില്ലേ, അതൊന്ന് എനിക്ക് ഫോർവേഡ് ചെയ്യും. നമുക്കും അതുപോലെ ഒരെണ്ണം വാങ്ങാം. ഇനിയിപ്പോൾ വേണക്കാം. നീ അടിക്ക്, എന്നിട്ട് ആ മണം എനിക്ക് ആസ്വദിക്കാലോ. അഹ്മദ് 418. ഏതൊരു സ്ത്രീ സമൂഹം അവളുടെ മണം അറിയണമെന്ന ഭാവത്തോടെ സുഗന്ധം പൂശി സമൂഹമധ്യത്തിലൂടെ നടക്കുന്നുവോ അവൾ വ്യഭിചാരിണിയാണ്.